അച്ഛന്മാരെ പോറൊക്കെ എണീറ്റുള്ളൂ. ഇനിയിപ്പോൾ ഇന്ന് ഫ്രഷായി സെറ്റാവണം. ഇന്നൊന്ന് കടയിലും പോകണം, പൈസ ഒന്നുമല്ല. അയ്യോ, ഇന്ന് ചെറിയ പണി കിട്ടി. ഇന്ന് മിനിസ്റ്റർ ചെക്കിങ്ങിന് വരും. വിഷു എന്ന് പറഞ്ഞാൽ കടലിലും പോകണം, ചെക്കിങ്ങിന് വരുമെന്ന് ഒരാളെ പറയുകയും ചെയ്ത് ഒരു പിടിയില്ല. ഇനി വെയിറ്റ് ചെയ്യാം, പിന്നെ അല്ലാതെ ചെയ്യാൻ പറ്റും. ഇട്ടെറിഞ്ഞിട്ട് പോകാനും പറ്റൂലല്ലോ ഇവിടെ. അല്ലെങ്കിൽ ഞാൻ പോകുന്ന നേരത്തെ അവൻ്റെ അടുത്ത് പറയണം. അവൻ യൂണിഫോം ഇട്ടിട്ടില്ല. അവൻ നോർമലാണെങ്കിൽ കുഴപ്പമില്ല. മിനിസ്റ്റർ വരാൻ നമുക്ക് അങ്ങനെ പെട്ടതുപോലെ. നീ ഫുള്ളൊന്ന് നോക്കാം, ഉണ്ടോ കടിക്കും. ബാക്കിയെല്ലാം കുഴപ്പമില്ല. നമ്മളത് ചില മില്ലേറ്റ് വർക്ക് ചെയ്യേണ്ടി വന്നു, അത്ര തന്നെ. മെയിൻ സ്ഥലത്തുള്ളത് കൺട്രോൾ ചെയ്ത് വെച്ചിരുന്നു. അതിൻ്റെ രീതി സെറ്റ് ചെയ്ത് വെച്ച് ഇനി അവർ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഒന്നും കൂടി കൺട്രോൾ ചെയ്യുക. അവർ കണ്ട കൺട്രോൾ എടുക്കുക ചെയ്തു. ഇനി ആവശ്യമില്ല, പിന്നെ തൊടൂല. പിന്നെ അവർ ചെയ്തു, ഇനി തൊട്ട അങ്ങനെ കാര്യങ്ങൾ പോകണം. യെസ്, മറ്റേ പുള്ളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഷോപ്പിൽ പോകും. മൈ ഡ്രൈവർ മൈ ബിഗ് ബ്രദർ, നോ ഡ്രൈവർ, കൊമറേഡ്. അയ്യോ, ഞങ്ങൾ ഷോപ്പിൽ പോയി സാധനം വാങ്ങിക്കാം. ബാങ്കിൽ ക്യാഷ് തരാം. ഒന്ന് ഫുള്ള് പർച്ചേസിങ് എത്തിയ നാളെ കുറവാണ്. ഫുള്ളൊന്ന് വാങ്ങിക്കട്ടെ. സാധനം എല്ലായിടത്തും എടുത്ത് വെച്ച് ജസ്റ്റ് ഫോണും ചാർജ് ഇല്ല. കുറച്ച് നേരം ഫോണും ചാർജ് ചെയ്തിട്ട് ഫോൺ തിരിച്ചെടുക്കാൻ വരും. അത് തന്നെ. അടുത്ത് നേരെ മറ്റേ പുള്ളി ഇപ്പം ഇറങ്ങിയായിരുന്നു. ഞാൻ വീട്ടിൽ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കോൾ വന്നായിരുന്നു. ഞാൻ അവരടുത്തും വീട്ടിൽ സംസാരിച്ച് അവരും വെച്ച് കോളൊക്കെ വെച്ച് ഇനി പോയി വിശക്കുന്നു. ഇനി പോയി ഫുഡ് ഉണ്ടാക്കി കഴിക്കും. ഫോണിൻ്റെ ചാർജ് എന്ത് ചെയ്യും? ഈ ഫുഡും ഉണ്ടാക്കും, അപ്പോഴത്തേക്കും ഫോണും ഏകദേശം ചാർജ് ആക്കും. പിന്നെ എടുത്തോണ്ടെങ്കിൽ വരാം. അതാണ് പ്ലാൻ. അല്ല, വേറെ പരിപാടിയൊന്നുമില്ല. ആദ്യം പോയി ഫുഡ് കഴിക്കട്ടെ, വിശക്കുന്നു. ടൈമായി, പെട്ടെന്ന് ടൈം പോയിരുന്നു. പിന്നെ മൈക്ക് ഓർഡർ ചെയ്ത് ഇന്ന് ഓർഡർ ചെയ്ത് അടുത്ത മാസം 1-ാം തീയതി മൈക്ക് വരും എന്നതാണ് പ്രതീക്ഷ. കാര്യങ്ങളെല്ലാം അങ്ങനെ പോണ്. സാലറി ഇന്നലെ വന്നു, ഇന്നെത്തിന്നു. ഞാൻ 6 രൂപ 7 രൂപ മിച്ചമുണ്ട്. വെള്ളം കൊടുത്ത്, വെള്ളത്തിന് പൈസ കൊടുത്ത്, വൈഫൈക്ക് ഇന്ന് രാവിലെ കൊടുത്ത്, പിന്നെ അതിൽ ഇന്ന് എത്ര ഫുഡിൻ്റെ ഇത് വാങ്ങിച്ച് ബാക്കി വീട്ടിൽ കൊടുത്ത്, ഇനി 6 രൂപ 7 രൂപ ഉണ്ട്. അതിൽ 1 രൂപ 1-2 രൂപ കുബൂസിന് കൊടുക്കാറുണ്ട്. പിന്നെ ഒരു പേരത്തമ്പഴം അത് വാങ്ങിക്കാൻ പറഞ്ഞു. അപ്പോൾ അതും അതിന് എത്ര രൂപ ആവുന്നൊരു പിടിയില്ല. അതിനും കൊടുക്കണം. അപ്പോൾ മിച്ചം ഒരു 5 രൂപ കാണും. ഇതാണ് ഒരു റഫ് കാൽക്കുലേഷൻ. പിന്നെ ഇത് ഇന്ന് എത്രാം തീയതി? 10-ാം തീയതി. ആ പൈസയിൽ എത്ര ദിവസം ഓടുമെന്നും ഒരു പിടിയില്ല. Days going fast, man. Fast. We are noobs. ഇനി വീണ്ടും ഫോണൊന്ന് ചാർജ് ചെയ്തിട്ട് ഞാൻ ഫുഡും കഴിക്കട്ടെ. ഉണ്ടാക്കി തീരുമ്പോൾ കുബൂസും മുട്ടയും കഴിച്ചിട്ട് ഫോണിങ് എടുക്കാൻ പോവാം. അത് ഉണ്ടാക്കിയതിന് ശേഷം മുട്ട ഓംപ്ലേറ്റ് അത് ചെയ്യണ്ടേ, അതിൽ കൂടി അതിന് ചാർജ് ചെയ്തിട്ട് അടുത്ത് ഉച്ചക്കുള്ള ഫുഡ് റെഡിയായി. ഇനി ഇതിനൊന്ന് റോളാക്കിയിട്ട് കഴിക്കുക. അത് തന്നെ. ലേറ്റായി. കടയിലൊക്കെ പോയി പിന്നെ ഇവിടെ ഇരുന്ന് എല്ലാം നോക്കി സമയം പോയതേ അറിഞ്ഞില്ല. ഫുഡ് കഴിച്ചിട്ടൊന്ന് ഇപ്പോൾ എല്ലാം കമ്പ്യൂട്ടറൊക്കെ നോക്കി ഒന്ന് റൗണ്ടൊക്കെ ഫുള്ളൊന്ന് അടിച്ചിട്ട് പോയി അവിടെ തന്നെ ഇരിക്കും. ബാക്കിയെല്ലാം അതിന് ശേഷം വലിയ കുഴപ്പമില്ല, എല്ലാം സെറ്റായിട്ട് പോകുന്നു, കുഴപ്പമില്ല. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഒന്ന് പോയി
ഇവിടെ ഫുള്ളൊന്ന് റൗണ്ട് അടിക്കണം. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. സെറ്റായി നേരത്തെ പോയി കുറച്ചടുക്കും. ആദ്യം നേരെ പോയി ക്ലോറിനേഷൻ പഴയത് പോയി കിട്ടുക. കുഴപ്പമില്ല, സെറ്റാണ്. അടുത്തന്നെ പുതിയത് പോയിട്ട് പോയി നോക്കാം. യെസ്, ഇവിടെയും സെറ്റാണ്. നേരത്തെ നേരെ പോയി കമ്പ്യൂട്ടറിൻ്റെ അവിടെ ഇരിക്കുക. ഇത് ചെറിയൊരു സെറ്റ്. എന്നാ പറയാനാ, അത് പറയാൻ പറ്റൂല്ലോ. വീട്ടിലെ കാര്യമോ എന്ന് പറഞ്ഞാൽ ലൈക്ക് മൈ ബിഗ് ബ്രദർ മണ്ടത്തരം കാണിച്ചു, അത്രയാണല്ലോ. നമ്മളൊക്കെ ചെയ്തിട്ടുള്ള തന്നെ, ചെറുതിലെ കുറേ ചെയ്തിട്ടുള്ള തന്നെ. അതേ തെറ്റെൻ്റെ ബിഗ് ബ്രദർ ഇപ്പം ചെയ്തു. അപ്പോൾ അത് പറയാൻ പറ്റുള്ളൂ. പോട്ട് ഒന്നും പറയില്ല. ഇനി ഇവിടെ ഒരു മണിക്കൂറാ അല്ല അരമണിക്കൂർ ഇരുന്നിട്ട് പോയി ചടിക്കുക ഉള്ള വഴിയാണ്. അത് തന്നെ ഫുള്ള് സെറ്റാക്കി. യെസ്, ഇനിയിപ്പോൾ ഒന്ന് കുളിച്ച് സെറ്റാവണം. ഫോണും ചാർജ് ചെയ്തിട്ടൊന്ന് കുളിച്ച് സെറ്റാവണം. അതെ, എൻ്റെ ഫ്രണ്ട് വിളിച്ചായിരുന്നു. ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാത്ത. നേരത്തെ നേരെ പോയി ലൈറ്റൊക്കെ ഓൺ ചെയ്ത് കോൾ വിളിച്ച് സംസാരിക്കാനുണ്ട്, പറയാനുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യണോ ഇല്ലേന്ന്. ലേറ്റായിപ്പോയി, നല്ല ലേറ്റായിപ്പോയി. സമയം പോയതേ ശ്രദ്ധിച്ചില്ല. ഞാൻ നോക്കി കോൾ വിളിച്ച് പറഞ്ഞതിന് ശേഷം പഠിച്ചു. അത് കോൾ വിളിച്ച് പറഞ്ഞ് ഏകദേശം 40-50 പോയിന്റ് കുറയ്ക്കണം. ബാക്കിയെല്ലാം കുഴപ്പമില്ലാതെ പോകും. ഇനി ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ കുടിച്ച് ഞാൻ ഏകദേശം എത്ര നെറ്റിലെ കോളായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു എൻ്റെ ഫ്രണ്ട് വിളിച്ചത്. വീട്ടിലും വിളിച്ചിട്ട് അപ്പോൾ ടൈം ഒരു കിറക്കം 5 മണിക്ക് വന്നിരിക്കുകയായിരുന്നു. ഫോണും ഫുൾ ചാർജ് ആയപ്പോൾ. ഇനി വെള്ളവും കുടിച്ചൊന്ന് സെറ്റായി തിരിച്ചു പറഞ്ഞു. അത് തന്നെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്. ഇനി ഒരു വലിയ പരിപാടിയൊന്നുമില്ല. ഒന്നും കൂടിയൊക്കെ റീചെക്ക് ചെയ്ത് റീഡിങ്ങൊക്കെ എഴുതി ഇരിക്കുക. 7 മണിക്കുള്ള റീഡിങ്ങൊക്കെ എഴുതി ഇരിക്കുക. അത് തന്നെ. ഓക്കെ.